ഹലോ, ഗുഡ് മോർണിംഗ് എവരിബഡി. ഇവിടെ മിസ് എന്ത് ചെയ്തിട്ടുണ്ട്? 6 സെന്റിമീറ്ററിൽ ഒരു എ ബി എന്ന് പറയുന്ന ഒരു ലൈൻസ് നമ്മൾ സ്കെയിൽ യൂസ് ചെയ്തിട്ട് വരച്ചിട്ടുണ്ട്. കണ്ടോ? ഇനി നമുക്ക് എന്ത് വേണം? ഇവിടെ എ പറയുന്ന ഈ എ എന്നുള്ള ഈ പോയിന്റിൽ നമുക്ക് ഒരു ആംഗിൾ വേണം. ഓക്കെ, അപ്പോൾ 50 ഡിഗ്രി 50 ഡിഗ്രിയാണ് നമുക്ക് ആ ആംഗിൾ വേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് ആ എ സെന്ററിൽ കണ്ടോ, നമ്മുടെ പ്രൊട്രാക്ടറിന്റെ ഒരു സെന്റർ ഭാഗം കാണില്ലേ? മിസ് കാണിച്ചു തരാം. കണ്ടോ, സെന്റർ കണ്ടോ, ഈ സെന്റർ ഭാഗം നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ നമ്മൾ എ പോയിന്റിൽ കൊണ്ടുവന്ന് വെക്കാം. എ പോയിന്റിൽ അവിടെ കറക്റ്റ് സെന്ററിൽ ഉള്ള ആ ലൈന് കൊണ്ടുവെക്കണം. നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് 0 നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എവിടെയാണോ നമുക്ക് വേണ്ടത് 50 ഡിഗ്രി അല്ലേ? അപ്പോൾ 50 ഡിഗ്രി ഇവിടെ ബിയുടെ സൈഡിൽ നമുക്ക് എയിലാണ് ആംഗിൾ ഉള്ളത് അല്ലേ? എയിലാണ് ആംഗിൾ വേണ്ടത് എന്ന് പറയുമ്പോൾ എയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആ സൈഡിലാണ് നമ്മൾ 0 നോക്കുക. എയിൽ ആംഗിൾ വേണമെന്നുണ്ടെങ്കിൽ എയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന 0 നോക്കും. അപ്പോൾ നമ്മുടെ അളവ് എന്ന് പറയുന്നത് 50 ആയതുകൊണ്ട് നമ്മൾ 10, 20 ഇങ്ങനെ നോക്കും. 10, 20, 30, 40, 50 എവിടെയാണോ 50 ഉള്ളത് അവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും? കറക്റ്റ് പോയിന്റ് ഇട്ട് കൊടുക്കണം. കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? പെൻസിൽ വെച്ച് പോയിന്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ സ്കെയിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രൊട്രാക്ടർ അവിടെ നിന്ന് മൂവ് ചെയ്യിപ്പിച്ചിട്ട് കറക്റ്റ് യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ കറക്റ്റ് 50 ഡിഗ്രിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഡോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് അവരെ ജോയിൻ ചെയ്യിപ്പിച്ചാൽ മതി. ഇപ്പം നമ്മൾ സ്കെയിൽ യൂസ് ചെയ്തിട്ട് നമ്മളിത് ജോയിൻ ചെയ്യിപ്പിച്ച് വരച്ചു. ജോയിൻ ചെയ്യിപ്പിച്ച് വരച്ച ഈ ലൈൻ, ഈ ആംഗിൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കറക്റ്റ് എന്താണ്? 50 ഡിഗ്രിയാണ് അതിൻ്റെ അളവുള്ളത്. കണ്ടോ, നമ്മൾ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് 50 വന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. സ്റ്റാർട്ടിങ്ങിൽ എന്തുണ്ട്? അടിയിൽ സെറ്റ് സ്ക്വയറിന്റെ താഴേക്ക് ഒരു ഭാഗമുണ്ട്. ഈ ഭാഗത്തിന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? മൈൻഡ് ചെയ്യാൻ പാടില്ല. കറക്റ്റ് 0യിലാണ് നമ്മൾ ആ ബേസ് ലൈന് വരയ്ക്കേണ്ടത്. അതിനുശേഷം നമുക്ക് എത്രയാണോ വേണ്ടത്, എയിലാണ് ആംഗിൾ എയിലാണ് നമുക്ക് 50 ഡിഗ്രി വേണ്ടത്. അപ്പോൾ എയുടെ ഓപ്പോസിറ്റിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക? 0 കണക്കാക്കുക. അപ്പോൾ എയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന 0 ഇതാണ്. അപ്പോൾ അവിടുന്ന് 0, 10, 20, 30, 40, 50 എന്ന് പറഞ്ഞിട്ട് നമ്മൾ 50 കറക്റ്റ് നോക്കി പോയിന്റ് ഇട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെയാണ് ആംഗിൾ വരയ്ക്കുക. ആംഗിൾ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? ലാസ്റ്റ് അതിന് പേര് കൊടുക്കണം. ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ഇതിന് പേര് കൊടുക്കുകയാണ്. ഇതിനിപ്പോൾ നമ്മൾ ലെറ്റർ സി കൊണ്ട് കൊടുത്ത സമയത്ത് ഇതിന് പേര് കൊടുക്കുമ്പോൾ നമ്മളെ ലൈനുകൾ ജോയിൻ ചെയ്ത ഈ ഭാഗം, അതായത് ഈ ഭാഗമാണ് നമ്മുടെ ആംഗിൾ വരുന്നത്. ലൈനുകൾ ജോയിൻ ചെയ്ത ഭാഗം. ഈ ലൈൻ എന്തായിരിക്കണം? എപ്പോഴും സെന്ററിൽ, സോറി ആ ലൈന് പോയി. അപ്പം നമ്മൾ ലൈന് ജോയിൻ ചെയ്ത ഭാഗത്തുള്ള ലെറ്റർ എന്തായിരിക്കണം? സെന്ററിൽ വരണം. ഇവിടെ 2 ലൈനുകളും ജോയിൻ ചെയ്തിട്ടുള്ളത്, അതായത് എ സി എന്ന് പറയുന്ന ഈ ഒരു ലൈനും അതുപോലെ നമ്മുടെ എ ബി എന്ന് പറയുന്ന ഈ രണ്ടാമത്തെ ലൈനും കൂടി ജോയിൻ ചെയ്യുന്ന പോയിന്റ് എ ആണ് അല്ലേ? അപ്പൊ ഈ എ എന്നുള്ള ലെറ്റർ എപ്പോഴും സെന്ററിൽ വരണം. ഇതാണ് ആംഗിളിന് നെയിം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നുകിൽ നമുക്ക് ആംഗിൾ സി എ ബി എന്ന് കൊടുക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ആംഗിൾ ബി എ സി എന്ന് കൊടുക്കാം. ഇങ്ങനെയാണ് ആംഗിൾ വരയ്ക്കുക. ഇവിടെ നമ്മൾ 50 ഡിഗ്രിയാണ് ആംഗിളിന്റെ മെഷർ വെച്ച് വരച്ചിട്ടുള്ളത്. ഇപ്പോൾ റൈറ്റ് സൈഡിലേക്കാണ് നമ്മൾ ആംഗിൾ വരച്ചതെങ്കിലും നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്കും വരക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ സൈഡിൽ നിൽക്കുന്നത് 0നെ ചെക്ക് ചെയ്യണം. ക്ലിയർ ആണോ?